ഗൈസ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന ഒരു ബെഡ്ഷീറ്റാണ്. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാട്ടോ. ഫ്ലിപ്കാർട്ടിലെ ബെഡ്ഷീറ്റ് ഞാനിപ്പോൾ വാങ്ങിച്ചെടുത്തോളം അടിപൊളി ബെഡ്ഷീറ്റാണ്. ഞാൻ കിങ് സൈസുള്ള ബെഡ്ഷീറ്റാണ് വാങ്ങിയത്. കൂടാതെ ഞാൻ വാങ്ങിക്കുന്ന ബെഡ്ഷീറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ 3D എഫക്റ്റുള്ള ബെഡ്ഷീറ്റ് നോക്കിയിട്ടാണ് വാങ്ങിക്കുന്നത്. വലിയ ബെഡ്ഷീറ്റാണ്. നമുക്ക് എന്താ പറയുക, ഡബിൾ സൈസ് ബെഡിനൊക്കെ ഇല്ലേ, സെറ്റായിട്ടുള്ളതാണ്. അപ്പം എന്താ പറയുക, ഈ കളർ കോമ്പിനേഷനൊക്കെ അടിപൊളിയാണ്. അപ്പം വേണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിക്കുക. ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് എന്ന് പറഞ്ഞാൽ മതി. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ കസിൻ വന്നു. അപ്പോൾ അവരെയും കൂട്ടിയിട്ട് ഞാൻ ഒരു സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം അവരുണ്ടാകുമ്പോൾ എനിക്ക് നല്ല രസമാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ റെഫെല്ലോൻ്റെ ഭയങ്കര ഫാനായിട്ടുണ്ട്. കാരണം ഈ ചോക്ലേറ്റ് അടിപൊളി ടേസ്റ്റാണ്. കഴിക്കാത്തവർ എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. അപ്പം അത് കഴിഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ടായി. അവിടെ പോയപ്പോൾ എൻ്റെ ഫ്രണ്ടിനെ കണ്ടു. അൺഎക്സ്പെക്റ്റഡ്ലി കണ്ടതാണ്. പിറ്റേ ദിവസം അങ്ങനെ പുറത്തു പോയ സമയത്താണ് ഞാൻ സൂപ്പ് കുടിക്കണമെന്ന് കുറേ കാലമായി വിചാരിക്കുന്നത്. അങ്ങനെ ഞാൻ സൂപ്പ് കുടിച്ചു. കൂടാതെ അതിൻ്റെ കൂടെ സൈഡായിട്ട് ഞാൻ നമ്മുടെ ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ ചിക്കൻ കബാബ് ടൈപ്പ് ഒരു സാധനവും കഴിച്ചു. വീട്ടിലെത്തിയിട്ട് നോക്കുമ്പോൾ അമ്മ ചുക്കിടിക്ക് എന്തോ കാര്യമായിട്ട് കൊടുക്കുന്നു. ഞാൻ എന്താണെന്ന് ചെന്ന് നോക്കുമ്പോഴാണ് മനസ്സിലായത് അവൻ ചക്ക കഴിക്കുകയാണെന്നുള്ളത്. പഴുത്ത ചക്കയാണ്. ചുക്കിടിക്ക് പഴുത്ത ചക്കയും പച്ചച്ചക്കയും ഒക്കെ ഇഷ്ടമാണെങ്കിലും പഴുത്ത ചക്കയോട് കുറച്ചുകൂടി അട്രാക്ഷനാണ്. നമ്മളെ ചുക്കിടിനെ കണ്ടിട്ട് കുറേ ആൾക്കാർ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഫ്രൂട്ട്സും വെജിറ്റബിൾസ് എല്ലാം കഴിക്കുന്ന ഒരു പട്ടിയാണല്ലോ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ എന്താ പറയുക, ചുക്കിടീനെ നമ്മൾ ചെറുപ്പത്തിൽ ഇങ്ങനെ കാണുന്നതുകൊണ്ട് നമുക്ക് വലിയ അത്ഭുതമില്ല. നമ്മൾ തന്നെയാണ് ഇതെല്ലാം കൊടുത്ത് ഇവനെ ശീലിപ്പിച്ചത്. അപ്പോൾ ഇവനതൊക്കെ കഴിക്കും. അപ്പം ഇവനിങ്ങനെ കഴിക്കാൻ കൊടുക്കുമ്പോൾ അച്ചിക്കുട്ടി വിചാരിക്കുകയാണ് അച്ചിക്കുട്ടിക്ക് എന്താ കൊടുക്കാത്തതെന്ന്. പക്ഷെ അച്ചിക്കുട്ടി ഇതൊന്നും കഴിക്കത്തില്ല. അത് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ആയപ്പോൾ ഒരു റിസപ്ഷൻ ഉണ്ടായി. അങ്ങനെ റിസപ്ഷന് പോയി. അപ്പോഴുണ്ട് ഇവളെ വീണ്ടും കാണുന്നു. അവർ ഫാമിലി ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അവരോടെല്ലാം കുറേ സമയം സംസാരിച്ചു. അതിനുശേഷം എൻ്റെ കുറച്ച് ഫാമിലി മെമ്പേഴ്സ് വേറെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സമയം പോയത് അറിഞ്ഞില്ല. അപ്പോൾ അവിടെ നിന്ന് നല്ല ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവിടെ നിന്നും നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. സംഗതി പരിപാടിയൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. മറ്റൊരു വീഡിയോ കാണുമ്പോൾ ടാറ്റ ബൈ ബൈ. വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.